ഹായ്, നമുക്കിന്ന് ദേ ഈ ഒരു പാലക്കാ മാല ഉണ്ടാക്കിയാലോ? ഇത് ആക്ച്വലി പാലക്കാ പെൻഡൻ്റ് ഒന്നും അല്ല കേട്ടോ. എൻ്റെ കയ്യിലുണ്ടായിരുന്ന മെറ്റീരിയൽസ് വെച്ച് ഞാൻ ഫ്രം ദ സ്ക്രാച്ച് ഉണ്ടാക്കിയിട്ടുള്ളൊരു മാലയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കിയാലോ? അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുമാതിരി വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആദ്യം തന്നെ ഞാൻ OHP ഷീറ്റിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ട് അതിലേക്ക് B7000 ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒരു ഗ്രീൻ കളർ കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ചുറ്റും ഒരു ഇലയുടെ ഷേപ്പിൽ ബോൾ ചെയിനാണ് കേട്ടോ ഒട്ടിച്ചിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ തൊട്ട് മുകളിലേക്ക് 3 സ്റ്റോൺ വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഗോൾഡൻ കളർ സ്റ്റോൺ ചെയിനാണ് കേട്ടോ. അതായത് അതിൻ്റെ കല്ലിൻ്റെ കളർ ഗോൾഡൻ ആണ്. അത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ 2 ചുവന്ന കുന്തൻ സ്റ്റോണും കൂടെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ സൈസിലുള്ള സ്റ്റോണാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പാലക്കാ പെൻഡൻറ്റ്. ഇനി പാലക്കാ മാലയുടെയൊക്കെ നടുക്കിൽ നോക്കുമ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലുള്ള പെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ ആ പെൻഡൻ്റാണ് കേട്ടോ ഞാനിവിടെ ചെയ്യുന്നത്. അതിനാദ്യമായിട്ട് റൗണ്ട് ഷേപ്പിലുള്ള ഗ്രീൻ സ്റ്റോണ്, കുറച്ച് വലുപ്പമുള്ള സ്റ്റോണ്, ആ സെയിം സ്റ്റോൺ തന്നെ, അത് ഒട്ടിച്ചിട്ട് അതിന് ചുറ്റും റെഡ് സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുക. എന്നിട്ട് ഡ്രൈ ആവാൻ വിടാം കേട്ടോ. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര വേണോ അത്രയും ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഗിയർ വയറിൻ്റെ ഒരു പീസാണ്. പിന്നെ ഒരു ഗോൾഡൻ കളർ ഗുങ്കുരു. ഇത് ഗുങ്കുരു ആണ്. ഗുങ്കുരു പല കളറിലും കിട്ടും. അപ്പോൾ ഈ ഒരു ഗുങ്കുരു ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇതാക്കി കൊടുക്കുക. എന്നിട്ട് ആ റൗണ്ട് ഷേപ്പിലുള്ള പെൻഡൻറ്റിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എത്ര വേണോ അത്രയും ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലേക്ക് ഒരു ഐപ്പിനും കൂടെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതെ ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഞാനപ്പോൾ ദേ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ബാക്കിലൊരു വാക്സ് പേപ്പറും കൂടെ കുത്തി തറയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വാക്സ് പേപ്പർ ഒട്ടിച്ചത്. പിന്നെ ബാക്കി പെൻഡൻസിൻ്റെ ഒക്കെ ബാക്കിൽ ഇതുപോലെ ഐപ്പിൻ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഒരു ഗിയർ വയറാണ്. നമ്മുടെ കഴുത്തിൻ്റെ അളവിന് മുറിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ആദ്യം തന്നെ ഞാൻ ഇട്ടത് ആ റൗണ്ട് ഷേപ്പിലുള്ള പെൻഡൻ്റാണ്. എന്നിട്ട് അതിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട് 4 ഗോൾഡൻ ബീഡ് വെച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് അപ്പുറം ഇപ്പുറവും ചെയ്യണം പാലക്കയുടെ പെൻഡൻറ്റ്. ഞാനിപ്പോൾ ഇവിടെ 3 പാലക്കാ പെൻഡൻ്റാണ് ഒരു സൈഡിലായിട്ട് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതേ ഓരോന്നിൻ്റെ ഇടയിലും 4 ബീഡ് വെച്ചിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും അവസാനത്തെ പാലക്കാ പെൻഡൻ്റ് ഇട്ടിട്ട് ഒരു ഗോൾഡൻ ബീഡും, പിന്നെ ഏറ്റവും അവസാനം നമുക്കൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗിയർ ലോക്ക് ബീഡ്, ഇത് ഗിയർ ലോക്കാണ്, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലേക്കും റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഒരു സൈഡേ ആയിട്ടുള്ളൂ. ഇപ്പുറത്തെ സൈഡും അതുപോലെ കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ഗിയർ വയറിൻ്റെ സെൻറ്ററിലേക്ക് ഇതൊക്കെ ആക്കി കൊടുത്തിട്ട് ആ ഒരു അറ്റത്ത് വെച്ചിട്ടുള്ള ഗിയർ ലോക്ക് ഉണ്ടല്ലോ അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ അവിടെ ലോക്കായിട്ട് ഇരുന്നോളൂ. ആ മുത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്യാപ്പ് ഇട്ടിട്ടും ചെയ്യാം കേട്ടോ. പക്ഷേ ഞാൻ ഗ്യാപ്പ് ഇടാതെ എല്ലാം കൂടെ സെൻറ്ററിൽ വെച്ചിട്ട് അങ്ങനെ ഒരു ഡിസൈനാണ് കേട്ടോ ചെയ്തത്. ഇനി ആ ഗിയർ വയറിൻ്റെ എൻഡിൽ നമുക്കൊരു ലൂപ്പ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഗിയർ ലോക്ക് ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ എൻഡ് ഇതുപോലെ ഒന്ന് ലൂപ്പാക്കി എടുത്തിട്ട് ആ ഗിയർ ലോക്ക് ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സൈഡും അങ്ങനെ ചെയ്ത് കൊടുക്കുക. നമ്മുടെ മാല റെഡി ആയിട്ടുണ്ട്. ഇനി കമ്മലിന് ബാക്കിലേക്ക് സ്റ്റഡ് ബേസ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് പാലക്കാ പെൻഡൻറ്റിൻ്റെ. അപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ എനിക്കൊരു ഹാങ്ങിങ് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഭംഗിയാവുമെന്ന് തോന്നിയുകൊണ്ട് ഞാൻ എൻ്റെ പഴയ ഒരു ജിംക്കി, ഇത് ഭയങ്കര പഴയ ജിംക്കി കേട്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും. അതിൻ്റെ ആ ഒരു ജിംക്കി പോർഷൻ എടുത്ത് അതൊന്ന് വാഷ് ചെയ്തിട്ട് ഒരു ഐപ്പിനിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ആൻറ്റീക്കാണ്. അപ്പോൾ വാഷ് ചെയ്താലും കളറൊന്നും അങ്ങനെ പോയില്ല കേട്ടോ. അപ്പോൾ ദേ ഐപ്പിൻ്റെ ബാക്കിലേക്ക് ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ആ ഒരു പാലക്കയുടെ കമ്മൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ അറ്റത്തേക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഡ്രൈ ആയതിന് ശേഷം മാത്രം എടുക്കാം കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് വാക്സ് പേപ്പറും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. ഞാനത് ഒട്ടിച്ചിട്ടില്ല, കാണുമ്പോൾ ഒരു വൃത്തികേടല്ലേ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഇതേ നമ്മുടെ പാലക്കാ മാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ കമ്മൽ. അപ്പോൾ കമ്മൽ നിങ്ങൾക്ക് ഇങ്ങനെ ആ ഒരു ജിംക്കി ഇട്ടതിന് ശേഷമാണോ ഇടുന്നതിന് മുന്നേ ആണോ ഇഷ്ടമായി എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.